ജനിച്ചപ്പോൾ കണ്ണു കാണാൻ കഴിയില്ല എന്ന കാരണത്താൽ ജീവനോടെ ഒരു കുഞ്ഞിനെ കുഴിച്ചുമൂടാൻ തീരുമാനിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്നും പഠിച്ചുയരങ്ങൾ കീഴടക്കിയ ശ്രീകാന്ത് ബോലയുടെ യഥാർത്ഥ കഥ പറയുന്ന ഒരു മികച്ച ചിത്രം. ഈ അടുത്തൊന്നും ഒരു സിനിമയും കണ്ട് എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവില്ല. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും മനസ്സും കണ്ണും ഒരുപോലെ നിറയ്ക്കുന്ന മികച്ച സിനിമകളുടെ കൂട്ടത്തിലേക്ക് നിസ്സംശയം ആടി ചെയ്യുന്ന ഒരു മികച്ച ഇൻസ്പിറേഷണൽ ചിത്രം. ഇതുപോലുള്ള മികച്ച സിനിമാ സെഷൻസിന് ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ജന്മന അന്ധനായിട്ടും പഠിച്ചുയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ബോളൻ ഇൻഡസ്ട്രീസിന്റെ സ്ഥാപകനായ ശ്രീകാന്ത് ബോലയുടെ യഥാർത്ഥ ജീവിതകഥയാണ് ഈ മികച്ച ചിത്രത്തിൽ കാണിച്ചു പോകുന്നത്. ഈ വർഷം ഞാൻ കണ്ട ഏറ്റവും മികച്ച സിനിമകളിലൊന്ന്. ഞാനൊരു അന്ധനാണ്, എനിക്ക് ഓടാൻ പറ്റില്ല, ഫൈറ്റ് ചെയ്യാൻ മാത്രമേ പറ്റൂ. സിനിമയിൽ ശ്രീകാന്ത് പറയുന്ന ഒരു ഡയലോഗാണിത്. ഈ ഒരു ഡയലോഗ് തന്നെയാണ് ഈ സിനിമയുടെ തീം. സിനിമയുടെ കഥയിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ടത് ഓരോ കഥാപാത്രങ്ങളുടെയും പ്രകടനങ്ങളെ പറ്റിയാണ്. ശ്രീകാന്ത് ബോലെയായി ജീവിക്കുകയായിരുന്നു രാജ്കുമാർ റാവു. ഒന്നും പറയാനില്ല, അത്രയ്ക്കും കെടും. അതുപോലെ തന്നെ ദേവിക ടീച്ചറായി അഭിനയിച്ച ജ്യോതികയും രവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശരത് കേൽക്കാരും രണ്ടുപേരും മികച്ച രീതിയിൽ തന്നെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇവരെ പോലെ രണ്ടുപേർ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആരും ഒന്ന് ആഗ്രഹിച്ചു പോകും. പിന്നെ എവർഗ്രീൻ ഹിന്ദി ഗാനങ്ങളെ ഓർമ്മിപ്പിക്കും വിധമുള്ള ഗാനങ്ങളും ചിത്രത്തിലെ പശ്ചാത്തല സംഗീതവും എല്ലാം ഉഗ്രനായിരുന്നു. ടോട്ടലി ഇതിനൊക്കെ പുറമെ നല്ല സംവിധാനത്തിൽ നല്ല എഴുത്തിൽ പറഞ്ഞ ഒരു മികച്ച ഇൻസ്പിറേഷണൽ മൂവി കാണണമെന്നുള്ളവർക്ക് ശ്രീകാന്ത് എന്ന ഈ സിനിമ കണ്ടു നോക്കാം. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സിനിമയുടെ ലിങ്ക് വേണ്ടവർ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ഇതുപോലുള്ള സിനിമ സെഷൻസിന് ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.